എങ്ങനെയുണ്ടായിരുന്നു തുടരുമെന്ന മൂവി? തിയേറ്ററുകളിൽ അതിഗംഭീര പ്രതികരണങ്ങളുമായി മുന്നേറുകയാണ് തുടരുമെന്ന മൂവി. മോഹൻലാലിനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്ത ചിത്രം 100 കോടി ക്ലബിൽ വരെ എത്തി. ചിത്രത്തിൽ എല്ലാവരും ഒരുപോലെ പ്രശംസിച്ച ഒരാളുണ്ട്. അത് നമ്മുടെ മോഹൻലാൽ ആയിരുന്നില്ല, CI ജോർജ് മാത്തൻ. അത്ര പെട്ടെന്നൊന്നും ആ വില്ലനെ നമുക്ക് അങ്ങോട്ട് മറക്കാൻ കഴിയില്ല. ആദ്യ പെർഫോമൻസിൽ തന്നെ പ്രേക്ഷകരുടെ ഹൃദയങ്ങളിലാണ് ജോർജ് സാറ് ഇടം പിടിച്ചത്. നിരവധി പരസ്യ ചിത്രങ്ങൾ ഒരുക്കിയ പ്രകാശ് വർമ്മയാണ് ജോർജ് മാത്തനായി വേഷമിട്ടത്. ആള് ചില്ലറക്കാരനല്ല. ഇപ്പോൾ പ്രകാശ് വർമ്മയെ കുറിച്ച് സംസാരിക്കുകയാണ് നടനും സഹസംവിധായകനുമായ ബിനു പപ്പു. തുടരുമെന്ന ചിത്രത്തിന്റെ സംവിധായകൻ തരുൺ മൂർത്തി തന്നെയാണ് പ്രകാശ് വർമ്മയെ കണ്ടുപിടിച്ചതും സംസാരിക്കാൻ പോയതും എന്ന് ബിനു പപ്പു പറയുന്നു. പ്രകാശിന്റെ അടുത്ത് കഥ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും ഒപ്പമുണ്ടായിരുന്നു. കൊണ്ടുപോകുന്ന പോലെ തന്നെ തിരിച്ചു കൊണ്ടുവരണമെന്ന ഒറ്റ ഡിമാൻഡ് മാത്രമാണ് പ്രകാശ് വർമ്മയുടെ ഭാര്യക്കുണ്ടായിരുന്നതെന്ന് ബിനു പപ്പു ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി. അഭിനയിക്കുമോ ഇല്ലയോ എന്നതൊന്നും തരുണിന് വിഷയമേ അല്ലായിരുന്നു. ആളെ കൊണ്ടുവാ എന്നാണ് തരുൺ പറഞ്ഞത്. അവൻ ഈ ക്യാരക്ടർ കിട്ടിയാൽ അവൻ അതിന് പിന്നിൽ നടന്നോളും. അവൻ തന്നെയാണ് പ്രകാശ് വർമ്മയിലേക്ക് എത്തുന്നത്. പ്രകാശ് ഏട്ടനെ പോയി കണ്ടതും സംസാരിക്കുന്നതും എല്ലാം തരുൺ തന്നെയാണ്. അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുവിധം പ്രധാനപ്പെട്ട പരസ്യങ്ങളെല്ലാം ചെയ്തതും പ്രകാശ് ഏട്ടനാണ്. ബിനു പപ്പു പ്രേക്ഷകരോടായി പറഞ്ഞു.